ഗുഡ് മോർണിംഗ് എവറി വൺ. വിഷ് യു എവറി വൺ എ ഹാപ്പി ഓണം. ഇപ്പം നമുക്കിന്നൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് അല്ലെങ്കിൽ ബൈയിങ് ട്രെൻഡാണ് നമുക്ക് വന്നിരിക്കുന്നത്. നമുക്കിത് മാക്സിമം ഇത് കണ്ടിന്യൂവേഷനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പ് സൈഡിലേക്ക് തന്നെ. കാരണം ഡൗൺ സൈഡിലേക്ക് ഒരു പരിധി കൂടി മൂവ് ചെയ്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. അത് നിയർലി 58,000 അടുപ്പിച്ച് നമുക്ക് അറൗണ്ട് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് അപ്പ് സൈഡിലേക്ക് നമ്മളിന്ന് ദിവസം പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ കുറച്ചുകൂടി ഡൗൺ സൈഡിൽ കിട്ടുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും നമുക്ക്. നമ്മുടെ എന്താ പ്ലാനും അങ്ങനെ തന്നെ ആയിരിക്കും. ദെൻ നമുക്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് കൂടി നമ്മൾ ബാക്കപ്പ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുകയുള്ളൂ. നിഫ്റ്റി അത്യാവശ്യം ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ദെൻ ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാം. എയർലി എൻട്രി ആകുമോ ഡൗട്ടുണ്ട് നമുക്ക്. ഫസ്റ്റ് വാട്ടർ വെറ്റീസ് നമുക്ക് നോക്കാം. ക്യാൻഡലിൻ്റെ ക്ലോസിങ്ങിന് ശേഷം മാത്രം നമുക്കിവിടെ എൻട്രി എടുക്കാം. ദെൻ ഓൾമോസ്റ്റ് നമ്മുടെ എൻട്രി ഒക്കെ ഒരു ക്യാൻഡിലുള്ള ക്ലോസിങ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എൻട്രി കൺഫേം ആക്കി എടുക്കാം. കാരണം എന്തായാലും അറൗണ്ട് അപ്പ് സൈഡിൽ 50,000 അവിടെ വരെ എന്തായാലും ക്രോസ് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. എന്തായാലും 50,000 ക്രോസ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. ടാർഗറ്റ് അത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. കാരണം കുറച്ച് ഡൗൺ സൈഡിലേക്ക് ലഭിക്കുകയാണ് അത്ര നമുക്ക് ബെറ്റർ ആയിരുന്നു. ദെൻ നമുക്ക് മോർണിംഗ് എൻട്രി നമുക്ക് കിട്ടിയില്ല. നമുക്കിവിടെ നമുക്ക് നെക്സ്റ്റ് എൻട്രി ഉണ്ട്. ഇതുകൂടി നമുക്ക് മിസ് ചെയ്യാൻ സാധിക്കില്ല. ദെൻ നമ്മുടെ ഫസ്റ്റ് എൻട്രി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ നിന്ന് ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ആദ്യം തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. 1:1.5 ആണ് നമ്മൾ വെക്കുന്നത്. അപ്പ് സൈഡിലേക്ക് 90 പോയിൻറ്റ്സും ഡൗൺ സൈഡിലേക്ക് നമുക്ക് ഒരു 60 പോയിൻറ്റ്സ്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 1:1.5 നമ്മൾ ഫോളോ അപ്പ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് സ്ട്രൈക്ക് പ്രൈസിൽ നമുക്ക് ഇതുപോലെ തന്നെ റിയൽ ചാർട്ടിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു 120 പോയിൻറ്റ്സും അപ്പ് സൈഡിലേക്ക് ഒരു 180 പോയിൻറ്റ്സ് നമുക്ക് വെക്കാം. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ടാർഗറ്റുള്ള സ്പേസ് ഉണ്ട്, എന്തായാലും ഉണ്ട്, ഉറപ്പായിട്ട് അത് ക്രോസ് ഓവർ ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ പ്ലാൻ. ഓൾമോസ്റ്റ് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. ദെൻ ഇനി ഒരു വലിയ നോക്കാം. ഇവിടെ നിന്നും ഒരു അപ്പ് ട്രെൻഡാണോ കറൻ്റ് നമ്മൾ നോക്കാം നമുക്ക് എക്സാക്റ്റ്. അതുകൊണ്ട് നമുക്ക് എൻട്രിക്കുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അതുകൂടാതെ 52,000 താഴെ. പിന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റീറ്റെയിൽ സെല്ലേഴ്സ് ഉണ്ട്, അവരുടെ ടാർഗറ്റാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നോക്കൂ, ഇതെല്ലാം ബ്രേക്ക് ഇവരുടെ സ്റ്റോപ്പ് ലോസ് മുകളിൽ അവൈലബിൾ ആണ്. ബ്രേക്ക് അപ്പ് സൈഡിലേക്ക് പോകും റീറ്റെയിൽ സെല്ലേഴ്സ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ സ്റ്റോപ്പ് ലോസ് ഓൺ ഡൗൺ സൈഡിലേക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസ് അവൈലബിൾ അല്ല. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണത്. അത് നമ്മുടെ ഫിബൊനാച്ചി റൂൾ പ്രകാരമാണ് നമുക്കങ്ങനെ ഒരു പ്രഡിക്ഷൻ പറയാൻ പറ്റുന്നത്. നമ്മളുടെ ഫിബൊനാച്ചി റൂൾ പ്രകാരം നമുക്ക് ഡൗൺ സൈഡിൽ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ അല്ല. ഫോർ എക്സാമ്പിൾ, താഴെ നിന്നും വലിയൊരു ഫണ്ട് മാറി FIO അല്ലെങ്കിൽ നമുക്ക് വലിയൊരു ഫണ്ട് ഹൗസ് വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക. നമുക്ക് FIO പോലുള്ള വലിയൊരു എമൗണ്ട്, ഇപ്പോൾ 1,00,000 കോടി രൂപ 1 lakh CR ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ഒരിക്കലും അവരുടെ പ്രോഫിറ്റ് ഓൾറെഡി ഹ്യൂജ് എമൗണ്ട് കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് കുറച്ച് പ്രോഫിറ്റ് കുറഞ്ഞു, ഇനി ഡൗണിലേക്ക് പോകാൻ അവർ സമ്മതിക്കുകയില്ല. ദെൻ ഇപ്പോൾ നമുക്ക് നിഫ്റ്റി കൂടി നമുക്ക് ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ട്. റീറ്റെയിൽ സെല്ലേഴ്സിനെ എല്ലാവരും ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു പെർഫെക്റ്റ് ഇനി ബൗൺസ് ബാക്കിനുള്ള ഒരു പെർഫെക്റ്റ് സ്പേസ് ആണത് ഫിബൊനാച്ചി ലെവൽ പ്രകാരം. അതുകൂടെ 52,000 താഴെയാണ് കൺസോളിഡേറ്റ് ചെയ്യുന്നത്. നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും ഓട്ടോമാറ്റിക് റീറ്റെയിൽ സെല്ലേഴ്സിന് എല്ലാവരും ട്രിഗർ ആക്കിയിട്ടുണ്ട്. ഇനി ഇവരുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ തോന്നൽ. അതാണ് നമ്മുടെ പ്രഡിക്ഷൻ. ദെൻ ഇവിടുന്ന് ഒരു സ്ട്രോങ് ബൗൺസ് ബാക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈസി ടാർഗറ്റ് ആയിരിക്കും അത്. ഓക്കെ, 58,000 താഴെ കൺസോൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഇവിടെ എല്ലാം സെല്ലേഴ്സ് അവൈലബിൾ ഉണ്ട്. ഓക്കെ, ഇവിടെ ചെറിയ ബയേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ സ്റ്റോപ്പ് ലോസ് താഴെ അവൈലബിൾ ആണ്. ഇതെല്ലാം ബയേഴ്സ് ഉണ്ട്, ചെറിയ ബയേഴ്സ്. അപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടി മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് കുറച്ചൊന്ന് മൂവ് ചെയ്തതായിട്ടാണ് നമുക്ക് ഫീൽ ആവുന്നത്. പിന്നെ ഇവിടെ നിന്നും ഇനി ഒരു ബൗൺസ് ബാക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. കാരണം ഫിബൊനാച്ചി ലെവൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം മാർക്കറ്റ് ഡൗൺ സൈഡിൽ പോകേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് ഒരു അപ്പ് സൈഡിലേക്ക് ഒരു നല്ലൊരു മൂവ്മെൻറ്റാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതല്ലെങ്കിൽ എന്തായാലും ഡൗൺ സൈഡിലേക്ക് മൂവ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ചിലപ്പോൾ വേസ്റ്റ് ചിലപ്പോൾ കൺസോളിഡേഷൻ നിൽക്കുമായിരിക്കും. പക്ഷേ അത്രയും ഫുൾ ടൈം അങ്ങനെ നിൽക്കുന്നു വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് അപ്പ് സൈഡ് എല്ലാം മൂവ് ചെയ്യുന്ന നമ്മുടെ ഒരു പ്രഡിക്ഷൻ അങ്ങനെയാണ്. ഡൗൺ സൈഡിലേക്ക് മൂവ് ആവാൻ സാധ്യത വളരെ കുറവായിട്ട് നമുക്ക് ഫീൽ ആവുന്നത്. റീറ്റെയിൽ സെല്ലേഴ്സ് എല്ലാം ഇവിടെ അവരുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം അപ്പ് സൈഡ് അവൈലബിൾ ആണ്. നിഫ്റ്റി കൂടി നമുക്ക് ബാക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ടാർഗറ്റ് ആയിരിക്കും. അതല്ല എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ബുദ്ധിമുട്ട്. ദെൻ അറൗണ്ട് 3 മണിയായി. ഇപ്പം ഇത്ര നേരമായിട്ട് നമുക്ക് ടാർഗറ്റിൽ നമുക്ക് കിട്ടിയില്ല. നമുക്കിനി എക്സിറ്റ് ആകാം ഈ സ്പോട്ടിൽ. ഇതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം നമുക്ക് ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല.
ഓൾമോസ്റ്റ് നമ്മുടെ പ്രീമിയം ഒക്കെ അവർ മാർക്കറ്റ് തന്നെ കൊണ്ടുപോയി. സോ നമുക്ക് ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ എൻട്രി എടുത്ത റേറ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് പ്രീമിയം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എൻട്രി അടിച്ച് ഓൾമോസ്റ്റ് സ്പേസ് തന്നെ ട്രേഡ് ചെയ്യുന്നെങ്കിലും നമ്മുടെ പ്രീമിയം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു 4 to 5 hour അടുപ്പിച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നോക്കാം. ടൈം നോക്കാം, നമുക്ക് അറിയാമല്ലോ. ഓൾമോസ്റ്റ് നമുക്ക് 5 hour അടുപ്പിച്ച് നമ്മൾ മോർണിംഗ് മുതൽ ഇതുവരെ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും പേഷ്യൻ്റ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബട്ട് വാട്ട് എവർ ഇറ്റ് ഇസ്, നമുക്കിപ്പോൾ ടാർഗറ്റോ സ്റ്റോപ്പ് ലോസ് എന്ത് തന്നെയാൽ തന്നെ നമുക്കത് വിഷയമുള്ള കാര്യമല്ല. പക്ഷേ 5 മണിക്കൂർ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, മാർക്കറ്റ് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുക. അത് കുറച്ചധികം ഒരു പേഷ്യൻസും സ്കില്ലും വേണ്ട ഒരു ജോലി തന്നെയാണത്. സോ വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ. ബൈ.